എക്സാം ബോർഡാണ്. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ടേപ്പ്. ഞാൻ കുറച്ച് 2 സ്റ്റിക്കേഴ്സ് ഉണ്ടായിട്ട് അത് വേണമെങ്കിൽ എടുക്കാം. ഗിഫ്റ്റ്, പശ, കളേഴ്സ്, കത്രികയും വേണം. കട്ടിയല്ല, 2 പേപ്പറല്ല, 2 പേപ്പർ തന്നെ. അതുപോലത്തെ 2 ഒപ്പമുള്ള കളർ ഇതുപോലത്തെ അതെടുക്കണം. നടുവായിട്ട് ഇത് 2 ഇങ്ങനെ ഇരിക്കണം. ഈ വരച്ചേക്കണൊക്കെ ഭാഗം ഇപ്പുറത്ത് വരണം. ഈ പശ തേച്ച് കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് 2 ഒപ്പം മടക്കി കൊടുക്കാം. 2 ഒപ്പം എന്നിട്ട് ഈ ഫ്രണ്ട് ഇവിടെ വന്ന ഭാഗം പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എനിക്കിഷ്ടമുള്ള പിക്ചർ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ എന്ത് സ്മൈലി വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ബ്ലൂ എടുക്കാം. സ്കെച്ച് എടുത്താൽ പിന്നെ മായ്ക്കാനും പറ്റില്ല. ഈ യെല്ലോ എടുക്കാം. ചെറുതായിട്ട് വരച്ചാൽ കിട്ടാം. കണ്ണടച്ചു കൊടുക്കാം. സിമ്പിൾ എക്സാം ബോർഡാണ് തന്നെ. നിങ്ങൾക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് സ്മൈലി തന്നെ ഒട്ടിക്കാം. ഇതാണ് ഹാർട്സിൻ്റെ എല്ലാം ഒട്ടിച്ച് കൊടുക്കാം.
കുറച്ചുകൂടെയൊക്കെ പോയി സാരില്ല. കൊടുക്കാം. പോർട്ടെന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്മൈലിൻ്റെ എഴുതി കൊടുക്കാം. ബ്ലാക്കിൽ എഴുതാം കേട്ടോ. ഇപ്പോഴത്തെ മാർക്കുകൾ സെറ്റ് ആയിട്ട് SMIL സ്മൈൽ ഹാപ്പി എന്ന് എഴുതാം. ഇനി നമുക്ക് മെയിൻ സംഭവമില്ലല്ലോ. SMIL ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എടുക്കാം. ഈ സാധനം ക്ലിപ്പില്ലേ, ക്ലിപ്പിൻ്റെ വല്ല പൂവുള്ള വല്ല സാധനം ഉണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല കുത്തി വെക്കാം. ഈ സാധനം ഉണങ്ങി കട്ടിൻ്റെ മുകളിലായിട്ട് കുത്തിയേക്കാം കേട്ടോ. ഇങ്ങനെയാണ് കിട്ടാറ്. ഇനി നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. കുഴപ്പമില്ല, ഉണങ്ങിയിട്ടില്ലെന്നാലും ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞു ബുക്കിൻ്റെ വല്ല പേപ്പർ ഉണ്ടാവില്ല. ബേബി A4 ഷീറ്റ് പേപ്പർ എന്ന് പറയാം. ഇതുണ്ടാക്കാൻ ഉപയോഗപ്പെടും. ഇതിപ്പോൾ ഒരു 4-5 ഉണ്ട്. ഇത് ഇപ്പം ഉണ്ടാക്കിയ എക്സാം ബോർഡിലേക്ക് വെക്കാം. ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ സ്മൈലി ഹാപ്പി എന്ന് എഴുതിയില്ലേ. അതെന്താണ് എഴുതിയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ സ്മൈലി ആണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു.